മഹല്ലിന്റെ പല വീടുകളിലും മുടങ്ങാതെ ആഴ്ചതോറും നടത്തിവരുന്ന മഹത്തായ സദസ് അസ്മാഉൽ ഹുസ്ന അതിന്റെ 4ാം വാർഷികത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മഹാനായ ലുഖ്മാനുൽ ഹക്കീം സഖാഫി അവർകളെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. ندعوك ربي تضرعا وتذللا ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا ورسولك المختار ثم ذوي الحلا من أهل بدر الأكرمين إلهنا عجل بفتح منك يا رحماننا. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا. شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا. عجل بفضل منك يا رحماننا. عجل شفاء منك يا مولانا. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ഒരുമിച്ച് കൂടിയതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധു മിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, ഇതിന് അധ്വാനിച്ചവർ, ഇതിലേക്ക് സദഖ നൽകിയവർ, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവർ, എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി സന്തോഷം നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് അനുഗ്രഹീതമായ സദസ്സുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും
ആദ്യമായി ഉപദേശിക്കുന്നു. കാത്തിരിക്കൂ, റിസൾട്ട് വരാനുണ്ട് എന്ന ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതിനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ ആഴ്ചയിലും നടന്നുവരുന്ന അസ്മാഉൽ ഹുസ്നയുടെ 4ാമത്തെ വാർഷികവും അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദുആ മജ്ലിസും വിജ്ഞാന സദസ്സുമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് അസ്മാഉൽ ഹുസ്നയ്ക്ക് നേതൃത്വം നൽകി ഈ മഹല്ലത്തിന്റെ കടാവിളക്കായി ശോഭിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ തങ്ങൾ ഹൈദറൂസി നമ്മുടെ വേദിയിലുണ്ട്. അള്ളാഹു ദീർഘ ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നാളെ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അൽ അഹ്ദൽ മുത്തന്നൂർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും ഉണ്ടാകുന്നതാണ്. എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. 4 മണി സമയത്ത് യാത്ര തുടങ്ങിയിട്ടുണ്ട്. 4-4.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇനി ഒരു 4 മണിക്കൂറെങ്കിലും തിരിച്ച് അങ്ങോട്ടും യാത്ര ചെയ്യണം. 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് 2 മണിക്കൂർ പ്രസംഗമാണ്. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. 2 മണിക്കൂർ പ്രഭാഷണം നടത്താനാണ് ഇത്രയൊക്കെ യാത്ര ചെയ്യുന്നത്. ഒരു 10-40ഓളം താലിബീങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായി ശ്രദ്ധിക്കുമ്പോൾ പുറത്തു പോകാൻ കൂടുതൽ സമയം ഉണ്ടാവില്ല. കൂടുതൽ സമയം പ്രഭാഷണത്തിനൊക്കെ പോയാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമീങ്ങളെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. പ്രത്യേകിച്ച് വെള്ളി ശനിയൊന്നും ഞാൻ എവിടെയും പോകാറില്ല. ഇവിടെ നിങ്ങളുടെ നാട്ടുകാരനായ ഒരു മുത്താലിമ് മഅദിനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉസ്താദ് മുഖേനയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോ പങ്കെടുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ അത്യാവശ്യമായ കാര്യങ്ങളായിരിക്കണം പറയുന്നതും കേൾക്കുന്നതും. അല്ലാഹു ആ രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വിചാരിച്ച എന്തോ ഒരു പ്രശ്നമുണ്ടായി. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തുടങ്ങണം വിശുദ്ധ ദീനുൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ സംഭാവനയല്ല, ഒരു കുടുംബത്തിന്റെ സംഭാവനയല്ല. എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ സാഹചര്യവും ചുറ്റുപാടും അല്ല നബിയെ ഒരു പ്രവാചകനാക്കി തീർത്തത്. അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ഒരു പ്രവാചകരാക്കി തീർത്തത്. എന്റെ മുസ്ലിം സഹോദരന്മാരോട് സഹോദരിമാരോട്, ഇനി ലോകത്ത് നിങ്ങൾ ഒരു പ്രഭാഷണവും കേൾക്കുന്നില്ലെങ്കിലും ഇത് നിങ്ങൾ കേൾക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ
പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ഓറിയന്റലിസ്റ്റുകളാണ്. പിറകിലിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇവിടെ മുമ്പിൽ വന്നിരിക്കാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞാൻ ഇങ്ങനെ കാണാത്തതുകൊണ്ട് കുറെ പ്രയാസമില്ലാത്തവർ വന്നിരുന്നാൽ മതി. ചില ആളുകൾക്ക് മുന്നിലിരിക്കുന്നതുകൊണ്ട് എന്തോ ഗുണമുണ്ടാവും. ഇവിടെ കസേര എങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഞാൻ പതുക്കെ പറഞ്ഞാൽ മതി വെച്ചിട്ടാണ്, പക്ഷെ അവിടെ വരെ കേൾക്കണ്ടേ. അത് വിചാരിച്ച് പ്രായമുള്ളവരൊക്കെ പ്രയാസമുള്ളവർ അവിടെ തന്നെ ഇരുന്നോളൂ. ഈ കുട്ടികളൊന്നും ഞാൻ ഈ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല. അവർ വെറുതെ ഇരിക്കുക, കാരണം അവർക്ക് പുറക്ക് വരും, വെറുതെ ഇരിക്കുക. ഇനി അവരവിടെ ഇരുന്ന് വിചാരിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്ക് എണീറ്റ് പോവുകയും ചെയ്യരുത്, ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യരുത്, അത് എനിക്ക് പ്രശ്നമാണ്. അവരവിടെ ഇരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഓറിയന്റലിസ്റ്റുകളാണ്. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സംഘടനയല്ല, സുന്നത്തി ജമാഅത്തിന്റെ പോഷക അല്ലെങ്കിൽ സമസ്തന്റെ പോഷക ഘടകങ്ങളൊന്നും അല്ലത്. ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിങ്ങാണ് ഓറിയന്റലിസ്റ്റുകൾ. പൊതുവെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് ഈ ജൂതന്മാരെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ സ്ഥലത്ത് പറഞ്ഞത് നാം കേട്ടിട്ടുണ്ട്. യാ ബനി ഇസ്രാഈൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫളൽതുകും അലൽ ആലമീൻ. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് എത്രയാണ് ഞാൻ അനുഗ്രഹങ്ങൾ തന്നത് ഒന്ന് ഓർത്തു നോക്കിയേ. സമകാലികരായ സർവ്വ ആളുകളെക്കാളും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠമാക്കി. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അപ്പൊ അല്ലാഹു തആല വാരിക്കോരി അനുഗ്രഹം കൊടുത്തൊരു വിഭാഗമാണ് ആര്? ഇസ്രായേലിയർ. ഇസ്രായേലിയരാണ് ജൂതന്മാർ. മതത്തെ കുടുംബവൽക്കരിച്ചു വെച്ചൊരു വിഭാഗമാണ് ജൂതന്മാര്. ഒരു ഇസ്രായേൽ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രം ശരിയായ സ്വർഗം കിട്ടിയാൽ മതി എന്നൊരു ടീമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ആരാന്നറിയങ്ങൾ? യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ, ടൈറ്റ് പേരാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിന്റെ മക്കൾ എന്നാണ്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നത് ആ കുടുംബത്തിൽ നിന്നാണ്. ഇസ്രായേൽ പരമ്പരയിലാണ് ഒട്ടുമിക്ക അമ്പിയാക്കളും വന്നത്. അപ്പൊ അവർക്ക് വലിയ നിഅമത്ത് അല്ലാഹു ചെയ്തിട്ടുണ്ടെന്ന് ഖുർആൻ അല്ലാഹു പറയണം. അവർക്ക് ചെയ്ത പോലെ ആർക്കും ചെയ്തില്ല. മെയ്യടാതെ അല്ലാഹു തആല ഭക്ഷണം കൊടുത്തൊരു ടീമാണ് ആര്? ഇസ്രായേലിയർ. അൻസൽനാ അലൈക്കുൽ മന്ന വസ്സൽവ. അവര് നമ്മളെപ്പോലെ അധ്വാനിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അവർക്ക് കാലത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുക. നല്ല ഒന്നാം നമ്പർ റൊട്ടിൻ ജാമെന്ന് പറഞ്ഞ മാതിരി കട്ടിത്തേനും കാടപ്പക്ഷിയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുക്കില്ലേ? അങ്ങനെ ഇറക്കിക്കൊടുത്ത് പോറ്റിയ ഒരു വിഭാഗമാണ് ആര്? ഇസ്രായേൽ. വലിയ ബുദ്ധിമാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യന്മാരിൽ ഏറ്റവും വലിയ മാന്യനാണ്. നമുക്കൊക്കെ അല്ലാഹുവിന്റെ സ്വഭാവം ഉണ്ട്. തഖല്ലഖു ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങൾ ഉൾക്കൊള്ളണം. ഈ അസ്മാഉൽ ഹുസ്ന കേട്ട് നിങ്ങൾ നമ്മളൊക്കെ എല്ലാവർക്കും 100 പേര് കാണാൻ 99 പേര് കാണാതെ കിട്ടുമല്ലോ. അതൊക്കെ അല്ലാഹുവിന്റെ സ്വഭാവ ഗുണങ്ങളാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ, വല്ലാതെ സ്നേഹിക്കുന്നവൻ, വല്ലാതെ വിശാലത നൽകുന്നവൻ, ഇതൊക്കെ അല്ലാഹു തആലാന്റെ വിശേഷണങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്കും ഉണ്ടാവണമെന്നായി പറയുന്നത്. അല്ലാഹു വലിയ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യണം. എന്നാലേ അല്ലാഹു തആല നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണം. നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ ദ്വാരക്കാൻ എന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അലൻതു ആക്കിയറിയില്ലേ? എന്ത് പരിപാടിയാണ്? അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, ഞാൻ അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് മനഃപൂർവ്വം ചെയ്തു എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണമേ എന്നാണ് ആരോട് പറയുന്നത്? അല്ലാഹുവിനോട്. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താ? നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പുറത്തു കൊടുക്കുക. അയൽവാസികളൊന്നും ചെയ്താൽ, മക്കൾ ചെയ്താൽ, വാപ്പ ചെയ്താൽ, ഭാര്യ ചെയ്താൽ, അത് മാത്രം എന്നോട് പറയരുതേ. ആ വിഷയം വിട്ടെ. ഞമ്മക്കൊക്കെ അല്ലാഹു പുറത്തു തരുമാണ്. ഇതെന്ത് പരിപാടിയാ? അല്ലാഹു സുബ്ഹാനഹു വ
നമ്മൾ ചെയ്ത പാകപ്പിഴവുകളും നമ്മുടെ അപാകതകളും നമ്മുടെ തോന്നിവാസങ്ങളും നമ്മൾ ചെയ്ത അരുതായ്മകളും അല്ലാഹു തആല നമുക്ക് പുറത്തു തരണം. അറിഞ്ഞതും പുറത്തു തരണം, അറിയാതെ പുറത്തു തരണം, മഹാപാപം പുറത്തു തരണം, ചെറിയത് പുറത്തു തരണം, ഒക്കെ അല്ല പുറത്തു തരണം. നമ്മളിങ്ങനെ ദ്വാരക്കുകയാണ്. നമ്മുടെ സ്വഭാവം എന്താ? ഒരാൾക്കും ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യൂല, ആർക്കും നമ്മൾ പുറത്തെടുക്കൂല. ഈ നിസ്കാരം വെറുതെ ഒരു കാര്യമില്ല. നമ്മളെല്ലാം എല്ലാവർക്കും പുറത്തു കൊടുക്കാം, നമുക്കല്ല പുറത്തു വരും. നിങ്ങൾ പറ്റിയാലും വേണ്ട, പറ്റിയില്ലെങ്കിലും വേണ്ടിയില്ല. അല്ലാഹു തആല നിങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു തരണമോ? നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. നിങ്ങൾക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യണമോ? നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു അല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാ. വിട്ടുവീഴ്ച വലിയ ഇഷ്ടമാണ്. എങ്കിൽ നാം മറ്റുള്ളവരെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവം ഉൾക്കൊള്ളണം. എല്ലാ വിഷയത്തിലും അല്ലാഹുവിന്റെ സ്വഭാവം ഉൾക്കൊള്ളണം. അല്ലാഹു തആലക്ക് മാത്രമുള്ളൊരു സ്വഭാവമുണ്ട്, അൽ കിബ്രിയാഉരിദായി, വലിയവനാണ് എന്നുള്ള നിലപാട്. അത് അള്ളാഹ്ക്ക് മാത്രമാണ്. കാരണം അള്ളാഹ് വലിയവനുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്താ? ബാക്കിയുള്ളവർക്ക് കഴിവൊന്നുമില്ലല്ലോ. എന്താണ് അവകാശമുള്ളത്? മനുഷ്യന് വലിയവനാണെന്ന് ധരിക്കാൻ എന്താ അവകാശമുള്ളത്? യാതൊരു അവകാശമില്ല അല്ലേ? അതുകൊണ്ട് അത് മാത്രം അല്ലാഹു തആലക്ക് മാത്രമുള്ളതാണ്. തഖല്ലഖൂ ബിഖിലാഖില്ലാ, അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങൾ ഉൾക്കൊള്ളണം. അതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് തിരിച്ചു വാങ്ങൂല. കൊടുത്ത് തിരിച്ചു വളരെ മോശമല്ലേ? ഒരാൾ മറ്റൊരാൾക്ക് വല്ലതും കൊടുത്തു, അത് തിരിച്ചു വാങ്ങരുത്. അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തത് തിരിച്ചു വാങ്ങാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ ഒരു പിതാവ് മാതാവ് മക്കൾക്ക് കൊടുത്ത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം. വാങ്ങണം എന്നല്ല, ബാക്കി ആരും കൊടുത്തത് തിരിച്ചു വാങ്ങരുത്. العائد في هبته كالكلب يعود في قيئه. കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്നവൻ അത് ഛർദ്ദിച്ചത് തിന്നുന്ന നായയെ പോലെയാണ്. നായക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. രാത്രി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങേര് ഛർദ്ദിക്കും, കാലത്ത് പോയി അങ്ങേര് തന്നെ കഴിക്കും, വീട്ടു വന്നി. അത് നായക്കൊരു പ്രത്യേക സ്വഭാവമാണ്, മറ്റു ജീവികൾക്കതില്ല. അതുപോലെ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്നവൻ അതുപോലെയാണ്. അതുകൊണ്ട് ആരും കൊടുത്തത് തിരിച്ചു വാങ്ങരുത്. എത്രത്തോളം വിലക്ക് പോലും വാങ്ങരുത്, വില കൊടുത്ത് വാങ്ങരുത്. നമ്മൾ സാധനങ്ങളാക്കി ദാനം കൊടുത്തതാ, അങ്ങനെ വിൽക്കുക എങ്കിൽ എന്നാ ഞാൻ എടുത്തോട്ടെ, കാശ് അങ്ങനെ വന്നേക്കാം, ചെയ്യരുത്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു തലക്കെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാബുൻ ഹൽ യസ്തരി സദഖതഹു. ഒരാൾ കൊടുത്ത ധർമ്മം അയാൾക്ക് തന്നെ വിലക്ക് വാങ്ങാൻ പറ്റുമോ? ചെയ്യരുത്. അത്രയും മോശപ്പെട്ട ഒരു ഏർപ്പാടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിയമത്തിലൊരു വിഭാഗമാണ് ആര്? ബനീ ഇസ്രായീൽ. അവരിപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ലോകത്തെ അവരിങ്ങനെ വിറപ്പിക്കുന്നത്. എത്ര കുറച്ച് ആളുകളെ ഈ ജൂതന്മാരുള്ളൂ. പക്ഷേ ഇന്ന് ലോകത്തുള്ള സർവ്വ ആളുകളും അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. അമേരിക്ക മിണ്ടത്തില്ല, അവരോട് അത്രയും വലിയ കരുതില്ല. അതല്ല, അവര് വലിയ തലമുള്ളവരാണ്. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും കുറിച്ചൊരു വിങ്ങാണ് ഈ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരേറ്റവും കൂടുതൽ പഠിക്കുന്നത് മുത്തുനബിയെ സംബന്ധിച്ചാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചാണ്, ഖുർആനെ സംബന്ധിച്ചാണ്. അതിന്റെ സൗന്ദര്യവും ഗുണമൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നന്നായി ജീവിക്കാന്ന് കരുതി പഠിക്കല്ല. പിന്നെന്തിനാ? അതിന് വല്ല തോളുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ തിരുസുന്നത്തിലോ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലോ എന്തെങ്കിലും ഇല്ലാത്തതോ യാഥാർത്ഥ്യത്തോട് യോജിക്കാത്തതോ ഇവർ പഠിക്കുകയോ പഠിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക ചരിത്രം. ഈ എവിടെയെങ്കിലും ഒരു നടക്കാത്ത കാര്യം നടന്നായിട്ട് പറയുന്നുണ്ടോ? സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചതായിട്ട് പറയുന്നുണ്ടോ? എന്തെങ്കിലും വേണ്ടാത്ത പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് സദാസമയവും അവരെ മേശപ്പുറത്ത് തുറന്നു വെച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഓറിയന്റലിസ്റ്റുകൾ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ചരിത്രത്തിൽ ആളുകൾ അങ്ങോട്ട് നോക്കി, അപ്പൊ എനിക്ക് റോഡ് പോവുകയല്ല, ഇവിടെ നോക്കി ഈ തെറ്റിപ്പോവും. നമ്മൾ ഈ പറയുന്ന ചരിത്രത്തിലോ യാഥാർത്ഥ്യത്തിലോ എന്തെങ്കിലും ഒരു ന്യൂനത, ഒരു ചെറുത് വലുതാക്കി പറയുന്നുണ്ടെങ്കിൽ, ഒരു വലിയ സംഭവം ചെറുതാക്കി പറയുന്നുണ്ടെങ്കിൽ
ഇന്ന് സോഷ്യൽ മീഡിയകളിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലും വെണ്ടയ്ക്ക നിരത്തി ലോകത്ത് അവർ പ്രചരിപ്പിക്കും. പറയാം. പക്ഷെ ഇന്ന് വരെ ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഖാമ എന്ന് ഓരോ ദിവസങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാ ഞാനിത് പറയുന്നത്? എന്താ ഇയാൾ തന്നെ തുടങ്ങിയത്? നമുക്കെന്നെ ചിലപ്പോ തോന്നും അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ വലുതാക്കി പറയാം, അങ്ങനൊന്നും ഉണ്ടാവില്ല, അതോ ഒത്തിരി ഒന്നും ഉണ്ടാക്കിയതാണ് എന്ന് തോന്നിപ്പോകും. എത്രത്തോളം ഇന്ന് നമ്മൾ ഈ മുബ്തദീങ്ങളുമായിട്ട് ഇങ്ങനെ ഇടപഴകി, നമ്മൾ മുബ്തദീങ്ങളല്ല എന്നാലും അവരുമായിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട് പലരും നമുക്കൊന്ന് വിശ്വാസമില്ലാതായി പോയിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്കൊന്ന് വിശ്വാസമില്ലാതായി പോയി. എന്തുകൊണ്ടാണത്? നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ ഇടപഴകില്ലേ, അവരെ കല്യാണങ്ങളിൽ പങ്കെടുത്ത്, അവരോട് തോളൊരുമി, അവരെ കാണുമ്പോൾ ചിരിച്ച്, അവരോട് ലോഹ്യം പറഞ്ഞ്, അതുകൊണ്ട് നമ്മിൽ നിന്ന് പല വിശ്വാസങ്ങളും സുന്നത്തിയമായത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവരിൽ നിന്ന് തന്നെ വിശ്വാസങ്ങൾ എത്രയോ ചോർന്നു പോയിട്ടുണ്ട് എന്നൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ബുദ്ധിപരമാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞു. ഈ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് വെക്കുന്ന സർവ്വകാര്യങ്ങളും സത്യമാണ്. എക്സാമ്പിൾ, നമ്മുടെ മങ്കൂസ് മൗലിദ്, അല്ലെങ്കിൽ ശറഫലാന മൗലിദ്, അല്ലെങ്കിൽ ഇബ്നു കസീർ തങ്ങളുടെ അൽ ബിദായത്തു വൻ നിഹായ, അല്ലെങ്കിൽ ഇമാം തുർമുദി തങ്ങളുടെ ഷമാഇൽ തുർമുദി, അല്ലെങ്കിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ അൽ ഖസാഇസുൽ കുബ്ര, ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്ന സർവ്വ കാര്യങ്ങളും 100% സത്യമാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസം അതിനകത്തില്ല. സത്യമല്ലാത്തൊരു കാര്യം നമ്മൾ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് ലോകത്ത് ഈ ഓറിയന്റലിസ്റ്റുകൾ അത് പ്രചരിപ്പിക്കുമായിരുന്നു. എങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് പ്രസവിക്കപ്പെട്ടത് തന്നെ ഒരു പ്രവാചകരായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യൻ ജനിക്കുമ്പോൾ ജനിച്ചതല്ല, നേരത്തെ തന്നെ അള്ളാഹു നിശ്ചയിച്ച് ലോകത്ത് പ്രചരിപ്പിച്ചതാണ്. എല്ലാവരുടെ കാര്യവും നേരത്തെ നിശ്ചയിച്ചത് തന്നെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എല്ലാം ലോകത്ത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സർവ്വ അമ്പിയാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തിരിച്ചറിയും. അവരെ ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രവാചകർ വരാറുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്തോ ഒരു പ്രശ്നമുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ആ കാലഘട്ടത്തിന്റെ സംഭാവനയല്ല, നേരത്തെ തന്നെ അള്ളാഹു നിശ്ചയിച്ച് ലോകത്തോട് വിളംബരം ചെയ്ത് ആ കൃത്യസമയത്ത് വന്നിട്ടുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയുമായിരുന്നു. മഹീറുടെ ആളുകൾക്ക് മുഴുവനും അറിയും ഇത് ഒരു സാധാരണ ആളല്ല, ഇത് ഈ ഉമ്മത്ത് കാത്തിരിക്കുന്ന പ്രവാചകരാണെന്ന് അറിയും. അബ്ദുൽ മുത്തലിബിന് അറിയും, അബൂ താലിബിന് അറിയും, അബൂ ജഹലിന് അറിയും, ഉസ്ബത്തിന് അറിയും, ശൈബത്തിന് അറിയും. എല്ലാവർക്കും അറിയും ഇത് ഈ കാലഘട്ടത്തിൽ വരാനുള്ള ഒരു പ്രവാചകനാണ്. ജൂതന്മാർക്കറിയും, ക്രിസ്ത്യാനികൾക്കറിയും. അതെല്ലാം വളരെ വ്യക്തമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്ന ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തിയത് മാത്രം. അതായത് ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ നബിയാട്ട അങ്ങനെ വന്നതല്ല, എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയെ പ്രസവാനന്തര ശുശ്രൂഷ ചെയ്തത് ശിഫാ ബീവി റളിയല്ലാഹു അൻഹ, അഥവാ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. ആ ഉമ്മയാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട സമയത്ത് സാധാരണ കുറിച്ച് പ്രസവിക്കപ്പെടും പോലെ അല്ല. വലദത്തുഹു മഖ്തൂനൻ വമകൂനൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. രണ്ട് കൈ നിലത്ത് കുത്തി, കണ്ണ് മേൽപോട്ടുയർത്തി, മുടി ശരിക്കും ചീകി വെച്ച്, കണ്ണിൽ സുറുമയിട്ട് ചേലാക്രമം ചെയ്യപ്പെട്ട രൂപത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രസവിക്കപ്പെടുന്നത്. അങ്ങനെ റസൂൽ പ്രസവിക്കപ്പെട്ട സമയത്ത് പൊക്കിൾ കൊടി കുറിക്കപ്പെട്ടത്. പൊക്കിൾ കൊടി
നമ്മുടെ നമുക്കൊക്കെ ഒരു വയറ്റുമ്പോൾ തൊട്ട് നോക്കിയ ഒരു പ്ലഗ് ഉണ്ട്. ആ പ്ലഗ് അതെ, നമ്മുടെ ഉമ്മ അവിടെ വയറ്റിലായിരുന്ന സമയത്ത് 4 മാസത്തിന് ശേഷം പോഷകാഹാരങ്ങൾ നൽകിയത് ഒരു വയറ് കുത്തിയിട്ടാണ്. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഒരു വയറ് നമ്മളെ വയറ്റിക്ക് കുത്തിയത്. ആ കുത്തിയ പ്ലഗാണ് ആ കാണുന്നത്. അപ്പൊ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആ വയറ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അവിടെ ഒരു പഴയ കാലത്ത് ഒരു കറുത്ത നൂല് കെട്ടത് സുന്നത്താണ്. ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങി അങ്ങ് കൊഞ്ഞു വരാം. ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ക്ലിപ്പിടലാണ്. അതിന് എത്ര ശാസ്ത്രക്രിയ ചെയ്ത് മാറ്റിയാലും അത് ആ പ്ലഗ് മാറ്റാൻ കഴിയില്ല. അതെന്തിനാ? മരിക്കണവരെ ഒരു ഓർമ്മക്കാണ്. എന്റെ അമ്മണ്ടിട്ടാ, എന്റെ അമ്മാന്റെ വയറ്റിന്ന് വട്ടുള്ളത് അതിരാട്ടാ എന്ന് തിരിച്ചറിയാൻ. മുഹമ്മദ് റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട സമയത്ത് അങ്ങനെ ഒരു പൊക്കിൾ കൂടി ഉണ്ടായിരുന്നില്ല. സാധാരണ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ കരഞ്ഞുകൊണ്ടാണ് പ്രസവിക്കപ്പെടാറ്. മുത്തുനബി പറഞ്ഞത് പിശാചിന്റെ കുത്താണ്. പിശാചിന്റെ പാതയേൽക്കാതെ പ്രസവിക്കപ്പെട്ടത് ഒന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹാ, അവിടുത്തെ മക്കളുമാണ്. അത് ഹന്നത്ത് റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നി അഊദു ബിക മിൻ ദുർരിയത്തി മിനശ് ശൈത്വാനിർ റജീം എന്ന് പിശാചിന്റെ പാതയേൽക്കുന്നതിനെ തൊട്ട് ഹന്നത്ത് റളിയല്ലാഹു അൻഹ മറിയം ബീവിയെ പ്രസവിക്കപ്പെട്ടപ്പോൾ ദുആ ചെയ്തു. പിന്നെ പ്രാർത്ഥന നടത്തുമെന്ന് നേരത്തെ തന്നെ അല്ലാഹു അറിയുന്നത് കൊണ്ട് മറിയം ബീവിയെ പിശാച് സ്പർശിച്ചില്ല. മറിയം ബീവി ഈസാ നബിയെ പ്രസവിച്ചപ്പോഴും പിശാച് സ്പർശിച്ചില്ല. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെണ്ണ് കെട്ടിയിട്ടില്ല. ഇനി ആ ഖിയാമത്തിനോടടുത്തും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന, അങ്ങനെ പെണ്ണ് കെട്ടുന്ന, പെണ്ണ് കെട്ടിയിട്ട് ഒരു സന്താനം ജനിക്കും. ആ സന്താനത്തിൽ പിശാച് കുത്തൂല. മുഹമ്മദുർ റസൂലുള്ളാഹി കുത്തൂല. അപ്പൊ പ്രസവിക്കപ്പെട്ട സമയത്ത് സാധാരണ കുഞ്ഞുങ്ങൾ കരയും. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടില്ല. പ്രസവിക്കപ്പെട്ട ആദ്യ സമയത്ത് കുട്ടികൾ കേൾക്കുന്നത് അല്ലാഹ് എന്ന വാക്കാണ് കേൾക്കേണ്ടത്. അതിനാണ് വാങ്കൊടുക്കണം എന്ന് പറഞ്ഞത്. വാങ്കൊടുക്കുന്ന ആൾ മുസ്ലിം ആവുന്ന ഷർത്തില്ല, കാഫർ കൊടുത്താലും മതി. അങ്ങനെ ഇടയ്ക്ക് സാന്ദർഭികമായി പറയാം. ഇപ്പൊ ജനിക്കലും മരിക്കലും ഒക്കെ ഹോസ്പിറ്റലിനാണല്ലോ. അപ്പൊ നമ്മള് ഈ ഹോസ്പിറ്റലിലൊക്കെ പ്രസവിക്കുമ്പോൾ ഇവിടെ നഴ്സ് ആരാന്നറിയില്ല. അവരോട് വാങ്കൊടുക്കാം. എല്ലാ കാര്യം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിയെ അങ്ങ് തരും. അപ്പൊ വാങ്കൊടുക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. കുഞ്ഞ് ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെടുമ്പോ ആദ്യമായിട്ട് വാങ്ക് കേൾക്കണം. വാങ്ക് കേൾക്കണമെങ്കിൽ പ്രസവിക്കപ്പെടുന്ന സമയത്ത് കൊടുക്കണം. അപ്പൊ അതെങ്ങനെ ഉസ്താദ് നടക്കില്ലല്ലോ. അത് നടക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ മറ്റേ ലേബർ റൂമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ ഉണ്ടാവുമല്ലോ, നൈസ്. അത് ഏതാവട്ടെ 500 രൂപ തരാം, നീ പ്രസവിക്കുമെന്ന് വാങ്ങൊടുക്കുമെന്ന്. കിതാബിന് വ്യക്തമാണ്. വാങ്ങ് കൊടുക്കുന്ന ആൾ മുസ്ലിം ആയിക്കോളണമെന്നില്ല. ഒരു അമുസ്ലിം കൊടുത്താലും മതി ആ വാങ്ക്. പ്രസവിക്കപ്പെടുന്ന സമയത്ത് കൊടുക്കുന്ന വാങ്ങ് മുസ്ലിം ആയിക്കോളണമെന്നില്ല. ഒരു നൈസ് പ്രസവിച്ചിട്ട് വരുമ്പോ അല്ലാഹു അക്ബർ. ഏറ്റവും ഇനി അത്ര നീ കൊടുക്കാൻ പറഞ്ഞെങ്കിൽ അതിനാ പൈസ കൊടുക്കണ്ടേ? 1000 കൊടുത്താൽ എന്താ കുട്ടി എന്നായി? അവിടേക്കല്ലേ കാശ് ചെലവാക്കേണ്ടത്? അതൊന്നും കൊടുക്കൂല. 500 റുപ്യ ഏതിന്റെ? എന്റെ ഭാര്യ പ്രസവിക്കുമ്പോ പ്രസവിച്ച് കുഞ്ഞിന് വീഴുമ്പോഴേക്ക് ചൊല്ലിക്കൊണ്ടടി അല്ലാഹു അക്ബർ. വല്ലാത്തൊരു ഭാഗ്യമാണ്. അള്ളാഹു ആ രൂപത്തിൽ നല്ല ശബ്ദം കേട്ട് നല്ല സ്വഭാവത്തിലുള്ള നല്ല രൂപത്തിലായി നമ്മുടെ മക്കളെയൊക്കെ ആക്കി തീർക്കുമാറാകട്ടെ എന്ന് ഉറപ്പെടുത്തിയതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട സമയത്ത് ആദ്യം ചൊല്ലിയത് എന്താണെന്നറിയോ? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വാസീലാ എന്ന് ചൊല്ലിയ റസൂൽ പ്രസവിക്കപ്പെടുന്നത്. നോക്കൂ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 80 ദിവസം റസൂലുള്ളാഹിക്ക് പ്രായമാകുമ്പോ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. 3 മാസം പ്രായം തികഞ്ഞ മുത്തുനബി ചുമര് പിടിച്ച് നടക്കുമായിരുന്നു. 4 മാസം പ്രായമായ മുത്തുനബി ശരിക്കും നല്ല രൂപത്തിൽ നടക്കുമായിരുന്നു. 5 മാസം പ്രായമെത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരന്മാരെ ശരിക്കും സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുമായിരുന്നു. ഇതെന്തൊരത്ഭുതമാ! 10 മാസം പ്രായമെത്തിയ മുത്തുനബി കുട്ടികളോടൊന്നിച്ച് അമ്പും വില്ലും എടുത്ത് കളിക്കുമായിരുന്നു.
ഇതെന്തൊരത്ഭുതമാ! ഈ കുഞ്ഞിനെ കണ്ടവർ അത്ഭുതപ്പെടാതിരുന്നിട്ടില്ല. നമ്മളും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചരിത്രം വായിച്ചതാ. മക്കക്കാരിത് കണ്ടവരാണ്. ഈ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ ഈ കുഞ്ഞിന്റെ അത്ഭുതങ്ങൾ അവർ കാണുകയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 ഉമ്മമാര് മുലയൂട്ടിയിട്ടുണ്ട്. ആമിന ബീവി മുല കൊടുത്തിട്ടുണ്ട്. സുവൈബത്തുൽ അസ്ലമിയ മുല കൊടുത്തിട്ടുണ്ട്. ഉമ്മു ഐമൻ ബീവി മുല കൊടുത്തിട്ടുണ്ട്. ഹലീമത്തു സഅദിയ ദീർഘമായ കാലം മുലയൂട്ടിയിട്ടുണ്ട്. ഹലീമ ബീവിയുടെ അടുത്ത് മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാ കുളിപ്പിച്ചു കൊടുത്തിരുന്നത്? ആരാ സട്ട് ധരിപ്പിച്ചു കൊടുത്തിരുന്നത്? ആരാ ഒക്കത്ത് കെട്ടിയിരുന്നത്? ആരാ മുത്തുനബിയെ താരാട്ട് പാടിയിട്ടുറക്കിയിരുന്നത്? ഹലീമ ബീവിയുടെ മൂത്ത മകളാകുന്ന ബീവി ശൈമാ റളിയല്ലാഹു അൻഹാ. ശൈമാ ബീവി മുത്തുനബിയെ തൊട്ടിയിലിട്ട് ആട്ടിയുറക്കുന്ന സമയത്ത് ഏത് പാട്ടാണ് പാടിയിരുന്നത്? ചരിത്രത്തോട് ചോദിക്കൂ, ചരിത്രം നിനക്ക് മറുപടി പറഞ്ഞു തരുന്നതാണ്. എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ശൈമാ ബീവി പറയുകയാണ്, എന്റെ ഉമ്മ ഹലീമത്തു സഅദിയ എന്നോട് പറഞ്ഞിരുന്നൊരിക്കൽ, മോളെ പൊന്നുമോനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ വെയില് കൊള്ളിക്കരുത്, വെയിലത്ത് നിൽക്കരുത്, വെയില് ശരീരത്തിനെ തട്ടിക്കരുത്. അറേബ്യൻ കണ്ടറിയിൽ വല്ലാത്ത ചൂടല്ലേ, 40, 45, 50 ഡിഗ്രിയൊക്കെ ചൂടുള്ള വെയില്. പൊന്നുമോനെ കൊള്ളിക്കരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ എന്റെ ഈ കുഞ്ഞു സഹോദരന് വെയില് കൊള്ളുന്ന പ്രശ്നമില്ല. والغمامة قد أظلت والملا سلوا عليك. കാലച്ചെറുപ്പത്തിലെ ഈ കുഞ്ഞിനെ പുറത്തിറക്കിയാൽ മേഘം തണിടിൽ പതിവുള്ളതാ. ഒരു തലക്കൊടവട്ടത്തിൽ മേഘപ്പാളികള് മുത്തുനബിയുടെ തലക്കുമീതെ മറയിടല് പതിവുള്ളതാ. വെയില് കൊള്ളലില്ല. ഹബീബ് റസൂലുള്ളാഹ് മേഘം തണലിട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല. സർവ ആളുകളും അത് കാണുകയാ. അവര് കണ്ടതാ ചെറുപ്പത്തിലെ അവിടുന്ന് കാണിച്ച അത്ഭുതങ്ങളാ. മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസവിച്ച അന്ന് മുതൽ എത്ര അത്ഭുതങ്ങളാണ് മക്കക്കാര് മുത്തുനബിയിൽ നിന്ന് കണ്ടത്. 30,000 അത്ഭുതങ്ങൾ നബിയിൽ നിന്ന് അവർ കണ്ടിട്ടുണ്ട്. 30,000 അത്ഭുതങ്ങള്. നമ്മുടെ ഇന്നത്തെ കാലം നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ഏതെങ്കിലും ഒരു ആൾ ദൈവമോ അല്ലെങ്കിൽ ഒരു സിദ്ധനോ ഒരു വ്യാജത്വരീക്കത്തിന്റെ ഉടമയോ ഒരു കള്ള ശൈഖോ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചാൽ പിന്നെ എത്ര അബദ്ധങ്ങൾ അയാൾക്ക് സംഭവിച്ചാലും, എന്ത് വേണ്ടാത്തത് അയാൾ ചെയ്താലും, എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും, ആ ഒരൊറ്റ അത്ഭുതം കാണിച്ചതിന്റെ പേരിൽ അയാളെ പിന്നെ ജനം അംഗീകരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ബഹുമാനങ്ങൾ ചാർത്തുകയാണ്. പിന്നെ എത്ര അദ്ദേഹം വേണ്ടാത്തത് ചെയ്താലും ആളുകൾ അതൊക്കെ മറന്നിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. ആര് വരെ ഒരു വേള 8, 10 കൊല്ലം കിതാബോധി പഠിച്ച പണ്ഡിതന്മാര് വരെ അയാളെ പിന്നെ അംഗീകരിക്കുകയാണ്. എന്തിന്റെ പേരില്? ഒരത്ഭുതം അയാൾ കാണിച്ചതിന്റെ പേരില്, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചത് അത്ഭുതമാണെന്ന് തോന്നിയതിന്റെ പേരില്. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് ഏത് ആളുകൾക്കും മനസ്സിലാകും വിധം 30,000 അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ 60,000 കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 90,000 അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ അത്ഭുതങ്ങളൊക്കെ കാണിച്ചത്? റസൂലുള്ളാഹ്
ഈ അത്ഭുതങ്ങളൊക്കെ മക്കക്കാര് ശരിക്ക് കണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് നബിയെ പറ്റി വലിയ ബഹുമാനം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ അത്ഭുതം കാണിച്ചുണ്ടാവില്ല. നമ്മളെ നാട്ടിൽ ഒരാൾ കാണിച്ചുണ്ടാവില്ല. എന്താ നിങ്ങൾക്ക് ഒരു മറുപടി ഇല്ലാത്ത? ഉറപ്പാ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ഇത് ഈ കുട്ടിയിൽ നിന്ന് കാലച്ചെറുപ്പം മുതൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിൽ നിന്ന് ഒരശ്ലീലം അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എല്ലാവർക്കും പ്രിയങ്കരനാണ് മുഹമ്മദ് മുസ്തഫ. മക്കക്കാർക്ക് മുഴുവനും അത്ര ആദരവാണ്. ഞാൻ ഈ റബീഉൽ അവ്വൽ വരുന്ന ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്ന എന്റെ ആമുഖം പറയുക. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും നബിയെ പറ്റി എന്തൊരു വിശ്വാസമാണെന്നറിയോ? അൽ അമീൻ എന്നല്ലാതെ ഒരാളും നബിയെ വിളിച്ചിട്ടില്ല. മുഹമ്മദ് എന്നൊരു പേര് വിളിച്ചിട്ടില്ല. കാരണം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത? അന്നേ മക്കയിലെ മക്ക രാജ്യത്ത് രാത്രി കിടക്കുമ്പോൾ മുണ്ടെടുത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അന്നവരെ സംസ്കാരം പോലും ഇല്ലാണ്ട് കിടക്കാൻ. അങ്ങനെയാണ് അവരുടെ സംസ്കാരം. ഇപ്പൊ എന്താ ചില ആൾക്കാർ നിങ്ങളെ ഈ കേരളത്തിൽ തന്നെ നിങ്ങളെ മുണ്ടും ഷർട്ടും ശരിക്കിടാൻ പഠിപ്പിച്ചത് ആരാ? ഇത് മുസ്ലിങ്ങളോ? അതിന് മുമ്പ് പരിപാടിയില്ല. അവര് തുണി പുതുക്കലല്ലേ? അതെങ്ങനെയല്ലേ? പുതുക്കലല്ലേ? മര്യാദക്ക് ശരിക്കും മുണ്ടെടുത്ത് ഷർട്ടൊക്കെ ധരിച്ച് നല്ല ഈ ചിട്ടയിൽ ഈ സംസ്കാരം പഠിച്ചതാരാ? മുസ്ലിങ്ങളാണ്. എന്നിട്ട് ഇപ്പൊ ചില മുസ്ലിങ്ങളുണ്ട് ഇറങ്ങുന്നത് ചില ഒരു 3000-4000 റുപ്യന്റെ ഒക്കെ തുണിയൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും. 10 റുപ്യന്റെ സെഡിയാണ് കാണിച്ചിക്കാൻ നടക്കുന്നത്. അത് ഒന്നിച്ചിട്ട് എന്തൊരു വൃത്തികേട്. ചില ആൾക്കാർ ഇപ്പൊ പുതിയ പരിപാടിയാണത്. ടൗസർ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഷെഡ് ഇങ്ങനെ കാണിക്കുക. 30,000-4000 റുപ്യന്റെ മുണ്ട് ആ മുണ്ടൊക്കെ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് പിന്നെങ്ങനെ വല്ലാത്തൊരു മോശന്റെ സഹോദരാതെ നഗ്നത കാണിക്കാൻ പാടില്ല. ശരീരം കാണിക്കാൻ പാടില്ല. ഒരു പുരുഷന്റെ അവിടുത്തെ പുരുഷൻ കാണാൻ പാടില്ല. ഒരു പുരുഷന്റെ പെണ്ണിന്റെ അവിടുത്തെ പെണ്ണ് കാണാൻ പാടില്ല. അത്രയും സംസ്കാര സമ്പന്നനായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുസ്ലിമിന്റെ ആൾക്കാരാ പോയി അവിടത്തൊക്കെ ഇങ്ങനെ കാണിച്ചു നടക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനിങ്ങനെ അത്ഭുതപ്പെടും. ചില ആളുകൾ ബാത്റൂം കാണും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ മുണ്ടും കൂടി. ബാത്റൂമിൽ ഓപ്പൺ ആയിട്ട് കുടിക്കാൻ പാടില്ല. ആരുമില്ലാത്തൊരു സ്ഥലത്തൊരു ബാത്റൂം സ്വന്തം ഒരാൾ കുടിക്കാൻ. എങ്കിലും അവൻ ഔറത്ത് മറക്കണം, മുണ്ടെടുക്കണം. മുണ്ടെടുക്കാതെ കുളിക്കരുതേ. അല്ലാഹുവിന് ഇഷ്ടമില്ല, മുത്തുനബിക്ക് ഇഷ്ടമില്ല. വിശുദ്ധ ഖുർആനിലെ ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗലഹും. നീ മുണ്ടടിച്ചിട്ട് നൂല് പോലുമില്ലാതെ ഉടയാടകൾ അഴിച്ച് ബാത്റൂമിൽ നിൽക്കുമ്പോ പിശാച് നിന്നെ കണ്ട് പൊട്ടിച്ചിരിക്കുമേ. അവന്റെ കൂട്ടുകാരെ മുമ്പിൽ വെച്ച് നിന്നെ പരിഹസിക്കുമേ. ഞാൻ എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, മുസ്ലിം സഹോദര സഹോദരിമാരോട്, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അറിയാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് നിർത്തണേ. നമ്മുടെ സ്വന്തം ഔറത്തു തന്നെ നമുക്ക് കാണാൻ പറ്റിയതല്ല. ഭർത്താവിന്റെ ഔറത്ത് പൂർണ്ണമായ ഭാര്യയ്ക്ക് കാണാവുന്നതാണ്. ഭാര്യയുടെ ഔറത്ത് ഭർത്താവിന് കാണാവുന്നതാണ്. പക്ഷേ അത് കാണരുതേ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ആയിഷ ബീവി പറയുന്നു, മുത്തുനബിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല, എന്നിൽ നിന്ന് മുത്തുനബിയും കണ്ടിട്ടില്ല. നീ നിന്റെ ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും പൂർണ്ണമായി നഗ്നയാവരുതേ. ഒരു പുതപ്പിട്ട് മൂടണമെന്ന് പഠിപ്പിച്ച നേതാവാണ് റസൂലുള്ളാഹ്. ലൈറ്റണക്കണേ,
പഠിപ്പിച്ച നേതാവാണ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, അതിന്റെ സൈഡ് എഫക്റ്റും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. നീ നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധം നടത്തുമ്പോ പൂർണ്ണമായി നഗ്നന്മാരായിട്ടാണെങ്കിൽ, ഒരു നൂല് പോലും ഇല്ലാതെയാണെങ്കിൽ, വെള്ളക്കണക്കാതെയാണെങ്കിൽ, ആ ദാമ്പത്യ പുലരിയിൽ കൂടി പിറക്കുന്ന മക്കൾക്ക് ലജ്ജയുണ്ടാവില്ല. ഇന്ന് വളർന്നു വരുന്ന മക്കളിൽ വല്ല ലജ്ജയുമുണ്ടോ? വല്ല മാന്യതയുണ്ടോ? ആരോടും എന്തും പറയുന്നതിന് മാന്യതയുണ്ടോ? ലജ്ജയുണ്ടോ? ഉമ്മമാരോട് പറയുന്നതിന്, ഉപ്പമാരോട് പറയുന്നതിന്, ഒറ്റവരും ഉടയവരുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയുന്നതിന് വല്ല ലജ്ജയുമുണ്ടോ? ഈ ലജ്ജയില്ലാത്ത സമൂഹം പിറക്കാൻ കാരണം ഇതാണ് എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കറിയാത്തത് കൊണ്ടാവാം, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടല്ലേ 5-6 മാസം മുമ്പ് നമ്മുടെ കേരളത്തില് ഒരു പാവപ്പെട്ട സഹോദരി ആത്മഹത്യ ചെയ്തതെന്തിനാണെന്നറിയുമോ? +1 പഠിക്കുന്ന തന്റെ മകൻ തന്നെ രാത്രി സമയത്ത് ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുമ്പോ, അല്ല ഉമ്മയും ഉപ്പയും കിടന്നുറങ്ങുമ്പോ, അടച്ചിട്ട റൂമിന്റെ കതകിന്റെ ലോക്കിന്റെ ഉള്ളിൽ കൂടി തന്റെ മൊബൈൽ ക്യാമറ വെച്ചിട്ട് അവരെ ചിത്രങ്ങൾ അങ്ങ് പകർത്തിയതാ. ലൈറ്റ് അണച്ചിരുന്നില്ല. ആ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയെന്ന് മാത്രമല്ല, ഏത് ഉമ്മയും ഉപ്പയും ചിന്തിക്കുന്നത് എന്റെ മകന് എല്ലാ സൗകര്യമുള്ള മൊബൈൽ കൊടുക്കണം, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ, എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, അതിന് ഏറ്റവും വിലപിടിപ്പുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാരുമ്മമാരാ. ഈ ഉമ്മയുടെ ചിത്രം നഗ്നമായിട്ടങ്ങ് പകർത്തിയെന്ന് മാത്രമല്ല, ഈ പൊന്നുമോൻ അത് വാട്സപ്പിലങ്ങ് വിട്ടുപോയി, പുറത്തറിഞ്ഞുപോയി. ആ പാവപ്പെട്ട സ്ത്രീ ആത്മഹത്യ ചെയ്തു മരിച്ചു. ഈ കേരളത്തിൽ നടന്നതാ. മക്കളെ, മുഅ്മിനീങ്ങളെ, മഹാനരായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യമോ, ഏതെങ്കിലും ഒരു തിയറിയോ, ഏതെങ്കിലും ഒരു സംസ്കാരമോ നിനക്ക് സംസ്കാരമല്ലെന്ന് തോന്നിയാൽ, പരിഷ്കാരമല്ലെന്ന് തോന്നിയാൽ, വിശുദ്ധ ഖുർആനിലെ വൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശത്തിനെതിരിലോ, റസൂലുള്ളാഹിന്റെ സംസ്കാരത്തിനെതിരിലോ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതിനെതിരിലോ, അവിടുത്തെ ചര്യക്കെതിരിലോ, റസൂലുള്ളാഹിന്റെ ചിന്താഗതിക്കെതിരിലോ എതിര് പ്രവർത്തിക്കുന്ന ആളുകള് പേടിച്ചുകൊണ്ടിരിക്കേണ്ടതാ, എപ്പോഴും പേടിക്കേണ്ടതാ. അൻ തുസീബഹും ഫിത്ന, ജീവിതത്തിന് നിരന്തരമായ പരീക്ഷണങ്ങളും പ്രത്യാഘാതങ്ങളും അവർക്ക് വരാൻ പോകുന്നു. ഔ യുസീബഹും അദാബുൻ അലീം, അത്തരം നാശങ്ങളും നഷ്ടങ്ങളും ഒന്നും വന്നില്ലെങ്കിൽ തന്നെ വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരോട്, സഹോദരന്മാരോട് തകർന്നു പോകരുത്, ദുഷിച്ചു പോകരുത്, നശിച്ചു പോകരുത്. ഏറ്റവും നല്ല സംസ്കാരം ലോകത്തിന് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ സംസ്കാരത്തിന് ചെയ്യരുത്. അപ്പൊ അക്കാലത്ത് ആകെ മുണ്ടെടുത്ത് കിടക്കുന്ന ഒരാളാണ് മുഹമ്മദ് മുസ്തഫ. ആരെ കൂടെ കിടക്കില്ല? അബൂ ത്വാലിബിന്റെ കൂടെ കിടക്കുക. അബൂ ത്വാലിബിന്റെ പിതൃവ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടെ പേരെന്താ? അബ്ദുല്ലാഹി. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. മടിക്കൊന്നും വേണ്ട, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ചിലർക്ക് ഉമ്മാന്റെ പേരേക്കും റളിയല്ലാഹു അൻഹ, ഉപ്പാന്റെ പേരേക്കും ഇങ്ങനെ ഉണ്ടാക്കും. എന്താ? എനിക്കെന്താ മനസ്സിലായില്ല. എന്താ
അത് ഉമ്മാൻ ആമിന റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹ് ഒരു ഭാര്യ കിട്ടില്ല. അതെന്താ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് പിറന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് അബൂ താലിബ്, ഒന്ന് ഹാരിസും. മറ്റവരൊന്നും ഉമ്മാക്ക് പിറന്നവരല്ല. അബൂലഹബ് വേറെ ഉമ്മാക്കുള്ളതാ, അഞ്ചെത്തുന്നവര് വേറെ ഉമ്മാക്കുള്ളതാ. അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറെ ഉമ്മാക്കുള്ളതാ. അബ്ദുൽ മുത്തലിബ് ഒരുപാട് ഭാര്യമാരുണ്ട്. മുത്തുനബിയുടെ ഉപ്പ അബ്ദുല്ലാഹിയുടെ ഉമ്മയിൽ പിറന്നത് അബൂ താലിബ് ഹാരിസുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഈ അബൂ താലിബ് ഏറ്റെടുത്തത്. അവരവന് പ്രശ്നമായിരുന്നു, ഞാനെടുക്കാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംരക്ഷണം ഏറ്റെടുത്ത അബൂ താലിബാണ്. അപ്പൊ അബൂ താലിബിന്റെ കൂടെ കിടക്കുക. അപ്പൊ മോനെ ആ ഷർട്ടൊന്ന് അയച്ചു വെച്ചേ. ഷർട്ട് അയക്കാൻ പറ്റില്ല. വല്ലാതെ നിർബന്ധിച്ച സമയത്ത് മുത്തുനബി പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്, ഇളക്കണക്കി. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം, ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല. അത്രയും സംസ്കാരത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഞാൻ ഇങ്ങനെ 10 ദിവസത്തെ പ്രഭാഷണ ശീലി റസൂലുള്ളാഹിന്റെ കുട്ടിക്കാരൻ. 10 കൊല്ലം ശീലി റസൂലുള്ളാഹിന്റെ കുട്ടിക്കാരൻ. അപ്പൊ അങ്ങനെ ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി മക്കയിലുള്ള സർവ്വ ആളുകൾക്കും യാതരമാണ്. ഒത്തിരി പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ ആരും മക്കയിലില്ല. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. യൂതന്മാർക്ക് തർക്കമില്ല, ക്രിസ്ത്യാനികൾക്ക് തർക്കമില്ല, വഹാബികൾക്ക് തർക്കമില്ല, ജമാഅത്തുകാർക്ക് തർക്കമില്ല, ആർക്കും തർക്കമില്ല. തർക്കമില്ലാത്ത ഞാൻ പറയും, എല്ലാവർക്കും തർക്കമില്ല. അത്രയും ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനങ്ങൾക്ക് പ്രിയങ്കരനാണ്. ആവില്ലേ? തീർച്ചയായിട്ടും ആവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു ന്യൂനത പറയാൻ ആർക്കില്ല. ഒരു വികൃതി കാണിച്ചതോ അല്ലെങ്കിൽ ഒരു അശ്ലീലം പറഞ്ഞതോ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് മുത്തുനബിയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ കണ്ടിട്ടില്ല. ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ കുറിച്ച് കിന്നാരം പറയുന്ന കാല. എന്ത് ഏറ്റവും വലിയ ടോപ്പ്! ഒരു പെണ്ണിനെ പച്ചയായിട്ട് വർണ്ണിച്ച് പാടാൻ പറ്റുന്നവനാ ഏറ്റവും വലിയ ആള്, ഹീറോ. ആ കാലഘട്ടത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഏതെങ്കിലും ഒരു പെണ്ണിനോട് കിന്നരിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അത്രയും വിശുദ്ധിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കാത്ത ആരും മക്കയിലില്ല. എല്ലാരും സ്വീകരിക്കും. എല്ലാവർക്കും നബി അത്ര പ്രിയപ്പെട്ട ആളാണ്. അപ്പൊ നമ്മളാണ് അബൂലഹബ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് ശപിക്കപ്പെട്ട ആളാണല്ലോ അബൂലഹബ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ പേരെടുത്ത് ശപിച്ചിട്ടുണ്ടെങ്കിൽ അബൂലഹബ് മാത്രമാണ്. വേറെ ഒരാളെയും പേരെടുത്ത് ഖുർആൻ ശപിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല, സൂചിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഖുർആൻ പിച്ചി ചീന്തിയിട്ട് നാം കൊടിയുയർത്തുന്ന സമയത്ത് പലപ്പോഴും ചെറിയ കടലാസ് തുണ്ടമാക്കി വിതറുന്നത് പോലെ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് വിശുദ്ധ ഖുർആൻ എഴുതിയ ഓലകള് അത് പിച്ചി ചീന്തി വാരി വലിച്ചെറിഞ്ഞ അത്രയും ധിക്കരിച്ച ധിക്കാരിയായിരുന്നു വലീദ് ഇബ്നു മുഗീറ. അതുഇദു കുല്ല ജബ്ബാരിൻ അനീദി ഫഹാ അനാ ദാക ജബ്ബാറുൻ അനീദു ഇദാ മാ ജിഅത റബ്ബക യൗമ ഹശരി ഫഖുൽ യാ റബ്ബി മസഖനിൽ വലീദു. ജബ്ബാറുൻ അനീദി എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ എന്നെ ഭയപ്പെടുത്തുന്നുവോ, എന്നെ പേടിപ്പിക്കുന്നുവോ? ഫഹാ അനദക ജബ്ബാറുൻ അനീദു. ഞാനാ പോക്കിരി തന്നെയാ, ഞാനാ മത്സരിക്കുന്നവൻ തന്നെയാ. വിശുദ്ധ ഖുർആൻ പിച്ചിച്ചീന്തി വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നത് റബ്ബക യൗമ ഹശരി. ഖുർആനെ നീ ഒരു പുനർജന്മ നാളിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ പുനർജന്മ നാളിൽ വരുമ്പോ ആരാണ് നിന്നെ ദ്രോഹിച്ചത്? ആരാണ് നിന്നെ പിച്ചി ചീന്തിയത്? ആരാണ് നിന്നെ ഈ രൂപത്തിൽ തുണ്ടമാക്കിയത് എന്ന് നിന്നോട് നിന്റെ റബ്ബ് ചോദിക്കുമ്പോ ഫഖുൽ യാ റബ്ബി മസഖനിൽ വലീദു. വലീദാണ് എന്നെ ഇങ്ങനെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞതെന്ന് പറഞ്ഞോ. എനിക്കൊരു ചുക്ക്
ഖൗഫുക്കുമില്ല, എനിക്കൊരു പേടിയുമില്ല എന്ന് കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ധിക്കാരത്തോടുകൂടി പറഞ്ഞ വലീദാണ്. ഈ വലീദിനെ പറ്റി വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞാക്ഷേപിച്ചിട്ടില്ല. അതേ സമയത്ത് പേരെടുത്തു പറഞ്ഞാക്ഷേപിച്ചൊരു മനുഷ്യനുണ്ടെങ്കിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ്, അത്രയും പേരെടുത്ത് ആക്ഷേപിക്കപ്പെട്ട അബൂ ലഹബ് എന്നൊരു മനുഷ്യനോ, ഈ അബൂ ലഹബ് എന്ന മനുഷ്യനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂ ലഹബിന് റസൂലുള്ളാഹിനോട് ഭയങ്കര ഇഷ്ടായി. എത്ര കണ്ട് ഇഷ്ടം ഭയങ്കര ഇഷ്ടം. എത്രത്തോളം ഞാൻ അബൂ ലഹബിന്റെ 2 മക്കൾ ഉത്ബ ഉതൈബ, അവരാ റസൂലിന്റെ 2 മോളെ കെട്ടിയത്. ഉമ്മു കുൽസൂം ബീവിയെയും കെട്ടിയത് ഈ ഉത്ബ, റുഖിയ ബീവിയെ കെട്ടിയത് ഉതൈബ. ഏട്ടത്തിന് അഞ്ചത്തിനും കെട്ടിയതാണ്. അപ്പൊ എന്തുമാത്രം ബന്ധാണെന്ന് ആലോചിച്ചു. നമ്മളത്ര വലിയ ബന്ധം നിൽക്കാണ്. ഒരു മോളവാണി കെട്ടിച്ചു, അല്ലെ ഒരു മോളവാണി നമ്മൾ കെട്ടു, അല്ലേ? അത്രക്ക് നബിനോട് താല്പര്യമാണ്. അത്ര നബിയെ സ്നേഹിച്ചാണ് ആവൂല. അങ്ങനെ എല്ലാവർക്കും മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ നബി, ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു 30-37 വയസ്സൊക്കെ ആയപ്പോ, അതുവരെ നബിയെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നബി പറഞ്ഞാൽ തീരാത്ത പ്രശ്നമില്ല, നബി പറഞ്ഞാൽ അംഗീകരിക്കാത്ത ആളുകളില്ല. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് 30-37 വയസ്സാകുമ്പോ ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് അവരെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഏകാന്തവാസം ഇഷ്ടപ്പെട്ട് കഅബാലയത്തിന്റെ തൊട്ടടുത്തുള്ള ജബലുന്നൂർ എന്നൊരു പർവ്വതമുണ്ട്. ശരിക്കും ചെങ്കുത്തുള്ള പർവ്വതമാ. ആ പർവ്വതത്തിന്റെ ഉച്ചിയില് താഴേക്ക് ചെറിയൊരു വലിയ മാളമുണ്ട്. ആ മാളത്തിലങ്ങ്